ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട ഔസ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ പെട്ടതാണ് ജുമുഅ ദിവസം. അതുകൊണ്ട് ആ ദിവസത്തിൽ എൻ്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, തീർച്ചയായും നിങ്ങൾ എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ സമ്മാനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നത് പോലെ എൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ ജുമുഅ ദിവസം അതിൻ്റെ രാത്രിയിലും പകലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലൽ വളരെയധികം കൂലിയുള്ള ഒന്നാണ്. ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 300 പ്രാവശ്യമെങ്കിലും ജുമുഅ ദിവസം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ജുമുഅയുടെ രാത്രിയിൽ 300 പ്രാവശ്യവും പകലിൽ 300 പ്രാവശ്യവും സ്വലാത്ത് ചൊല്ലണമെന്ന് മറ്റ് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇനി ജുമുഅ ദിവസം ധാരാളം ഖുർആൻ ഓതലാണോ ശ്രേഷ്ഠം അതോ സ്വലാത്ത് ചൊല്ലലാണോ? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജുമുഅ ദിവസം പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലണമെന്ന് പറഞ്ഞ ദിക്റുകൾ, അതുപോലെ തന്നെ ജുമുഅ ദിവസം ഓതേണ്ട അൽ കഹ്ഫ് സൂറത്ത്, ഇതെല്ലാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ തന്നെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ജുമുഅ ദിവസം ഓതാൻ വേണ്ടി പറയാത്ത സൂറത്തുകൾ ഓതുന്നതിനേക്കാളും അല്ലെങ്കിൽ പ്രത്യേകം ചൊല്ലണമെന്ന് പറയാത്ത ദിക്റുകൾ ചൊല്ലുന്നതിനേക്കാളും ശ്രേഷ്ഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.